മലയാളികളുടെ മനസ്സിനും പ്രകൃതിക്കും മഞ്ഞ ചാർത്തണിയിച്ചുകൊണ്ട് എത്തുന്ന ഐശ്വര്യത്തിൻ്റെ ഉത്സവമാണ് വിഷു. രാവും പകലും തുല്യമായി വരുന്ന മേടസംക്രാന്തി നാളിലാണ് വിഷു ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ മലയാളികൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന വിഷു കാർഷിക സംസ്കാരത്തിൻ്റെയും സ്നേഹബന്ധത്തിൻ്റെയും മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനും നരകാസുരനും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ഒരു ഐതിഹ്യ കഥയാണിത്. പണ്ട് പ്രാഗ്ജ്യോതിഷപുരം ഭരിച്ചിരുന്നത് നരകാസുരൻ എന്ന ശക്തനായ ഒരു അസുരനായിരുന്നു. ഭൂമിദേവിയുടെ പുത്രനായിരുന്നിട്ടും നരകാസുരൻ അധർമ്മത്തിൻ്റെ പാതയിലായിരുന്നു. തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച അവൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ഉപദ്രവിച്ചു. നരകാസുരൻ്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. അക്കാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണൻ തൻ്റെ പത്നിയായ സത്യഭാമയോടൊപ്പം നരകാസുരനെ നേരിടാൻ പുറപ്പെട്ടു. വലിയൊരു യുദ്ധത്തിനൊടുവിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചു. ലോകത്തെ അന്ധകാരത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും മോചിപ്പിച്ച ആ ദിനമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. നരകാസുരൻ്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ട ജനങ്ങൾ സന്തോഷത്തോടെ വിളക്കുകൾ തെളിയിച്ചും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ആ ദിവസം ആഘോഷിച്ചു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുദിന ആശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ.